ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യലാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പല രീതിയിലുള്ള അക്കൗണ്ട്സ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ടൈപ്സുകളുണ്ട്, അതൊന്ന് നോക്കാം. ഇതിലാദ്യത്തതാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ആണുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ ബാങ്കിൽ എമൗണ്ട് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ % ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ കയ്യിൽ ക്യാഷ് വെക്കുന്നതിന് പകരം നിങ്ങൾ ബാങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതൊരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അതായത് ബിസിനസ്സുകൾക്ക്, ഹൈ പ്രൊഫഷണൽസിനൊക്കെയാണ് ഈ ഒരു അക്കൗണ്ട് യൂസ്ഫുൾ ആവുക. സാധാരണ സേവിങ്സ് അക്കൗണ്ടിലൊക്കെ ഇത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രം, ഇത്ര ഇടപാടുകൾ മാത്രമേ ഒരു മാസത്തിൽ നടക്കാവൂ. അതിനകത്ത് നിന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചാർജസ് ഒക്കെ ഈടാക്കാറുണ്ട്. എന്നാൽ ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദിവസം തന്നെ ഒത്തിരി പണം ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം നടത്തേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കറൻറ്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. കറൻറ്റ് അക്കൗണ്ടിലുള്ള എമൗണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ലഭിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള കറൻറ്റ് അക്കൗണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് അവർ അലോ ചെയ്യും എന്നുള്ളത് മാത്രമല്ല, വലിയ എമൗണ്ടിലുള്ള തുകകളും നിങ്ങൾക്ക് അയക്കാനായിട്ടിത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എത്ര വേണമെങ്കിലും വിഡ്രോവൽസ്, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുകൂടാതെ കറൻറ്റ് അക്കൗണ്ട് നൽകുന്ന മറ്റൊരു ബെനിഫിറ്റാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതായത് സപ്പോസ് നിങ്ങളുടെ കറൻറ്റ് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയാണുള്ളതെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം നിങ്ങൾക്ക് ഈ ഒരു കറൻറ്റ് അക്കൗണ്ടിൻ്റെ മുകളിൽ ഓടിയായിട്ട്, അതായത് എക്സ്ട്രാ ഒരു തുക നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലിമിറ്റ്, അതായത് ഓരോ ബാങ്ക് അക്കൗണ്ടുകളുടെയും മറ്റു ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർ ഇത്ര ലിമിറ്റ് നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു ലിമിറ്റിലുള്ള തുക നിങ്ങൾക്ക് ഓവർ ഡ്രാഫ്റ്റായിട്ട് പിൻവലിക്കാവുന്നതാണ്. പിന്നെ നമുക്കറിയാം സേവിങ്സ് അക്കൗണ്ടിലൊക്കെ ചില സേവിങ്സ് അക്കൗണ്ടിന് മിനിമം ബാലൻസ് ഇത്ര രൂപ കീപ്പ് ചെയ്യണം എന്നുള്ള ലിമിറ്റ് ഉണ്ടാകും. അതായത് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ 500 രൂപയെങ്കിലും വെക്കണം, അല്ലെങ്കിൽ 3000 രൂപയെങ്കിലും വെക്കണം. ഇത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻസ് ആണ്, പല ബാങ്കുകളെയും ഡിപ്പെൻസ് ആണ്. അപ്പോൾ കാര്യം നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സേവിങ്സ് ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും പരമാവധി നിങ്ങൾക്ക് പിൻവലിക്കാവുന്നത് ഈ ഒരു 500 രൂപയോ അല്ലെങ്കിൽ 3000 രൂപയോ അതിനകത്ത് ഉള്ളത് വരെയാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ മിനിമം ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കറൻറ്റ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും സേവിങ്സ് അക്കൗണ്ടിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ. അടുത്താണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. അതായത് മേ ബി നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക. ആ 5 ലക്ഷം രൂപ കുറച്ച് കാലത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ സേഫാക്കി ഫിക്സഡ് ആക്കി ഇടുകയാണ്. ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത് നിങ്ങൾക്ക് പിൻവലിക്കാനായിട്ട് സാധിച്ചോളണം എന്നില്ല. അപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ഈ ഒരു നിശ്ചിത കാലം ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട്, അതായത് മേ ബി ഒരു 500 രൂപ ഫിക്സഡ് ആയിട്ട് ഒരു 5 വർഷം ഒരു 500 രൂപ വെച്ച് എല്ലാ മാസവും നിങ്ങൾ ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് നിശ്ചിത തുക നിശ്ചിത കാലത്തേക്ക് ഇടുന്നതിനെ, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ്. ഇനി അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടാം. ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തും എത്രയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ബാക്കിയായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്. അടുത്താണ് മിനിമം ബാലൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പണമായിരിക്കാം, പക്ഷേ അത് ബാങ്ക് സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇത്ര രൂപയെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ വെച്ചേക്കണം എന്ന് പറയുന്ന ആ ഒരു തുകയേക്കാൾ താഴെ പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൈനസ് ബാലൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് ഓവർ ഡ്രാഫ്റ്റ്. നേരത്തെ കറണ്ട് അക്കൗണ്ടിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മേ ബി ഒരു 500 രൂപയേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിന് കൂടുതൽ നിങ്ങൾക്ക് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് അലോ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറണ്ട് അക്കൗണ്ടുകൾക്കാണ് ലഭ്യമാവുന്നത്. അടുത്താണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയുടെ മുകളിൽ ഒരു നിശ്ചിത ശതമാനം ബാങ്ക് പലിശയായിട്ട് നിങ്ങൾക്ക് നൽകും. ഇനി നിങ്ങൾ ലോൺ എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക നിങ്ങൾ ബാങ്കിന് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് നോമിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് നിങ്ങൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണോ ലഭിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മരണശേഷം അവർക്കായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുക ലഭിക്കുന്നത്. അടുത്തത് ബാങ്കിങ് സർവീസസിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടാം. അതിലാദ്യത്താണ് ഡെബിറ്റ് കാർഡ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ എത്ര തുകയാണോ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തുകയുടെ മുകളിൽ നിങ്ങൾക്ക്
പർച്ചേസും അതുപോലെ ക്യാഷ് വിത്ഡ്രോവൽസൊക്കെ നടത്താനായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബാങ്കിലുള്ള തുക ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നിശ്ചിത ലിമിറ്റ് വരെ, അതായത് ഓരോരുത്തർക്കും ഈ ഒരു ലിമിറ്റ് വ്യത്യാസപ്പെടും. നിങ്ങളുടെ സിബിൽ സ്കോറിനെയും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ്, നിങ്ങളുടെ വരുമാനത്തിനെ എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് ബാങ്കുകൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ ആണെന്ന് ബാങ്കിന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും ഒന്നും ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതല്ല. ക്രെഡിറ്റ് കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവർ പറയുന്ന ആ ഒരു നിശ്ചിത ലിമിറ്റ് വരെ പർച്ചേസുകൾ ചെയ്യാം. ഓൺലൈനായിട്ടും ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഓഫ്ലൈൻ സ്റ്റോറുകളിലും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസുകൾ നടത്താം. ഓരോ മാസവും ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് മുകളിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആവും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇത്ര ബില്ലിംഗ് സൈക്കിൾ എന്ന് പറയും. അതായത് ഇത്ര ദിവസത്തിനകത്ത് നിങ്ങൾ ആ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വലിയൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിമിറ്റ് വരെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. നെറ്റ് ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിൻ്റെ വെബ്സൈറ്റ് മുഖേന പണമിടപാടുകൾ നടത്താനായിട്ട് ഈ ഒരു നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുക മറ്റൊരാൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ആ ഒരു തുക പിൻവലിച്ച് പിന്നെ ആ ഒരു ആൾക്ക് എമൗണ്ട് നേരിട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ആ ഒരു പേഴ്സൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആ ഒരു പണമിടപാട് നടത്താവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സേവനങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിലവിലിപ്പോൾ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് മൊബൈൽ ബാങ്കിങ്. നിങ്ങളുടെ ബാങ്കിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഖാന്തരം നിങ്ങൾക്ക് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. അപ്പോൾ നേരത്തെ നെറ്റ് ബാങ്കിങ്ങിൽ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലെ ഈ ഒരു ആപ്പ് വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫണ്ട് ട്രാൻസ്ഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വേർഡുകൾ. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് NEFT ആണ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാങ്കുകൾ തമ്മിൽ, അതായത് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഓരോ ബാച്ചസ് ആയിട്ടാണ് ഇവർ പ്രോസസ്സ് ചെയ്യുക പേയ്മെൻറ്റ് അയക്കുന്നതിൻ്റെ മറ്റൊരു ഓപ്ഷനാണ് RTGS എന്ന് പറയുന്നത്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. അതായത് നിലവിലിപ്പം നിങ്ങൾ ഇന്നൊരു സമയത്ത് ഇപ്പം തന്നെ ഒരു വലിയൊരു വാല്യൂവിലുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ, അതായത് ഇപ്പോൾ അയക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറ്റേ ആൾക്ക് ആ ഒരു തുക ലഭിക്കുന്ന രീതിനെയാണ് നമ്മൾ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് IMPS അഥവാ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും റിയൽ ടൈം ആയിട്ട്, അതായത് ഉടനെ തന്നെ ബാങ്കുകൾ തമ്മിൽ ഇൻ്റർ ബാങ്കാണ്, ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രോണിക്കായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന 7 ദിവസവും 24 മണിക്കൂറും നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് IMPS എന്ന് പറയുന്നത്. അടുത്തതാണ് UPI അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിയൽ ടൈം ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് പല ബാങ്കുകളിലൂടെ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട്. അടുത്തത് പേയ്മെൻറ്റ് സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വേർഡ്സ് നോക്കാം. അതിലാദ്യത്താണ് ECS അഥവാ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ബൾക്കായിട്ട് പേയ്മെൻറ്റ്സ് ചെയ്യാനുണ്ട്, അതായത് നിങ്ങളുടെ ഓഫീസിലുള്ള ഒരുപാട് പേർക്ക് സാലറി സെൻഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഡിവിഡൻസ് അയക്കാനുണ്ട്, പെൻഷൻ അയക്കാനുണ്ട്, EMI ക്രെഡിറ്റ്സ് ഡെബിറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ECS അഥവാ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്താണ് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത്. ചെക്ക് ബുക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് ഈ ഒരു ചെക്ക് ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ പേജസിനെയും നമ്മൾ ചെക്ക് ലീഫ് എന്നാണ് പറയുക. അപ്പോൾ ഇതിനകത്ത് ഒരു ചെക്ക് ലീഫ് എടുത്തിട്ട് ആർക്കാണോ നിങ്ങൾക്ക് തുക അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് എത്ര തുകയാണോ അയക്കേണ്ടതെന്ന് വെച്ചാൽ അതും നിങ്ങളുടെ സൈനും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരാൾക്ക് നിങ്ങളുടെ ചെക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ബാങ്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്താണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. പാസ്ബുക്ക് ഓരോ അക്കൗണ്ട് ഹോൾഡേഴ്സിനും, അതായത് അവരുടെ ബാങ്കിൽ അക്കൗണ്ടുള്ള ഓരോരുത്തർക്കും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ ട്രാൻസാക്ഷൻസും നിങ്ങളുടെ ബാലൻസ് എല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പാസ്ബുക്കിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അത് പാസ്ബുക്കിലേക്ക് ബാങ്കിലുള്ള ആളുകളെ കൊണ്ട് എൻട്രി ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കാണുകയുള്ളൂ.
അടുത്തതായിട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ചില കോഡുകൾ ഐഡൻറ്റിഫയേഴ്സൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിലാദ്യത്താണ് IFSC എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്ന് പറയുന്നത്. ഇതൊരു 11 ഡിജിറ്റുള്ള ഒരു കോഡാണ്. ഇത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ബാങ്ക് ബ്രാഞ്ചസ് മനസ്സിലാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രോണിക് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്. അപ്പോൾ ഓരോ ബാങ്കിൻ്റെയും ഓരോ ബ്രാഞ്ചസിനും ഓരോ IFSC കോഡ് നൽകിയിട്ടുണ്ട്. ആ ഒരു IFSC കോഡ് നിങ്ങൾക്ക് പാസ്ബുക്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ലീഫിലും ഇത് അവൈലബിൾ ആയിരിക്കും. അടുത്തതാണ് MICR അഥവാ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കോഡാണ്, ചെക്കിലൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡാണ്. അപ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് ചെക്കിൻ്റെ ഒതൻറ്റിസിറ്റി നോക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നതും. അടുത്തതാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കോഡാണ്. ബാങ്കുകൾ പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡാണിത്. ക്രോസ് ബോർഡർ ആയിട്ടുള്ള, അതായത് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ മേ ബി UAE പണം ഇടപാടുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിഫ്റ്റ് കോഡിൻ്റെ ബേസിസിലാണ് മണി ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അടുത്തതാണ് CRN അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാങ്കിൻ്റെ ഓരോ കസ്റ്റമേഴ്സിനും അവർ അസൈൻ ചെയ്യുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു നമ്പറാണ്. ഓരോ കസ്റ്റമേഴ്സിനും ഇത് സ്പെഷ്യലായിട്ട് അവർ നൽകുന്ന ഒരു നമ്പറാണ്. ഓരോരുത്തർക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പല ടൈപ്പിലുള്ള അക്കൗണ്ട്സും പല സേവനങ്ങളിൽ നിന്നുമെല്ലാം ഓരോ കസ്റ്റമേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്.